നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഞാൻ മറ്റൊരു പായസം റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഓണസദ്യയിലെ പ്രധാന വിഭവമായ പാൽപ്പായസം നല്ല അടിപൊളി ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാൽപ്പായസം തയ്യാറാക്കാനായി ഞാനിവിടെ 1 ഗ്ലാസ് ഉണങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. നെല്ലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയ അരി കഴുകിയ ശേഷം 20 മിനിറ്റ് സമയം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണിത്. ഇതിനായി 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. കുക്കർ നല്ല വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കണം. കറി വെച്ച കുക്കറൊക്കെ ആണെങ്കിൽ പായസം കേടുവരാൻ സാധ്യതയുണ്ട്. 8 ഗ്ലാസ് പശുവിൻ പാൽ അളന്നെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇത് നമുക്ക് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം ഇല്ലാതെ പാല് മാത്രമായിട്ടും പായസം ഉണ്ടാക്കാം. ഞാനെന്തായാലും ഇവിടെ 2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയ ശേഷം കുക്കർ അടുപ്പത്തേക്ക് വെക്കാം. 1 ഗ്ലാസ് പഞ്ചസാര കൂടി ഇതിലേക്കിടാം. ഞങ്ങൾക്കിവിടെ അധികം മധുരം ആവശ്യമില്ലാത്തതുകൊണ്ട് 1 ഗ്ലാസ്സേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. കുക്കറിൻ്റെ വെയിറ്റ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. പാലൊന്ന് തിളച്ച് സ്റ്റീം പുറത്തേക്ക് വരുമ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. 5 മിനിറ്റ് വെച്ചപ്പോഴേക്കും സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. വിസിൽ വരുമ്പോൾ പാല് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ തീയാക്കി വെക്കാം. ഇനി ഒരു 20 മിനിറ്റ് സമയം ആ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നല്ലോണം വെന്ത് പാകമായിട്ടുണ്ടാവും. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇതാ കുക്കർ വിസിൽ വരാനുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ 20 മിനിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. കുക്കർ ഞാൻ ഇളക്കാതെ തന്നെ അടുപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ അരമണിക്കൂർ സമയമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നമ്മുടെ പാൽപ്പായസം എങ്ങനെയുണ്ടെന്ന്. എല്ലാം പാകമായിട്ടുണ്ട്. അധികം കട്ടിയൊന്നുമില്ല, അധികം വെള്ളവുമില്ല. ഞാൻ ഇതിലേക്ക് ഏലക്കായോ മിൽക്ക് മെയ്ഡോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പാൽപ്പായസം ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് സൂപ്പർ ടേസ്റ്റ്. എൻ്റെ പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക.